എന്ന കാരണവും അവർ വ്യക്തമാക്കുന്നു. ഇപ്പോൾ വി അരുൺ ചേരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അരുണിൻ്റെ കൂടെ മിനിസ്റ്റർ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരുൺ തുടങ്ങും. ഗോപി, വ്യവസായ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ EP ജയരാജനാണ് നമ്മോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഒരു ഔദ്യോഗിക പ്രതികരണം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിലൊക്കെ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിലപാട്. അദ്ദേഹം കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചത്. അവിടെ വലിയ പ്രതീക്ഷ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM എങ്ങനെയുണ്ട്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസമാകുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട്. ഈ ഘട്ടത്തിൽ CPM ഇടതുമുന്നണി പ്രതീക്ഷകൾ എത്തരത്തിലാണ്? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപുണ്ടായിട്ടുള്ള ഒരു പൊതുനില തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത്. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ പിണറായി ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെയുണ്ട്. അത് ജനങ്ങളിൽ നല്ലതുപോലെ പ്രതിഫലിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കാലാകാലമായി വോട്ട് ചെയ്തിരുന്ന പലരും അത് വിട്ട് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം എൻ്റെ അനുഭവം അതാണ്, എൻ്റെ നാട്ടിൻ്റെ അനുഭവം അതാണ്. മറ്റ് UDFനെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള പലരും ഇടതുപക്ഷ മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. പലരും UDFന് വോട്ട് ചെയ്യാൻ പോയിട്ടുമില്ല. ഇത് കേരളത്തിലെല്ലാം കാണാവുന്നൊരു പൊതുനിലയാണ്. UDF വലിയ പ്രതീക്ഷയാണ് പറഞ്ഞത്. അവരൊരു 75-80 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നതാണ് അവരിപ്പോഴും പരസ്യമായി പറയുന്നത്. അതിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങൾ വേണമെങ്കിൽ അഭിപ്രായങ്ങളായി പ്രകടിപ്പിച്ചു കൊള്ളട്ടെ. എല്ലാം മെയ് 2-ാം തീയതി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുന്നതോടുകൂടി സഫലമാകും. ഈ ആദ്യം മുതൽ ഈ ഒരു വർഷം മുമ്പ് ഈ സ്വർണ്ണക്കടത്ത് കേസ് ശക്തമായി നിൽക്കുമ്പോൾ പോലും തുടർഭരണം ഉറപ്പെന്ന് ആദ്യം പറഞ്ഞ പ്രധാന നേതാവ് അങ്ങാണ്. എത്ര സീറ്റ് വരെ ഇത്തവണ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിക്കാം? എൻ്റെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 100 സീറ്റിന് മുകളിലേക്ക് കടക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ BJPയുടെ തന്നെ അവരുടെ ഔദ്യോഗിക സർവേ പ്രകാരം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ചില അവരുടെ ഓൺലൈനിലൂടെ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ UDFും അവരുടെ അടുത്ത കേന്ദ്രങ്ങളിലൊക്കെ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് വരിക എന്നുള്ള നില പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നത് വരെ എങ്കിലും അവരുടെ അണികളെ ആശ്വസിപ്പിക്കാൻ അവരുടെ ഈ പ്രചരണങ്ങൾക്ക് സാധിച്ചേക്കും. പക്ഷേ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്, തുടർ ഭരണത്തോടൊപ്പമാണ്. BJPക്ക് നിലവിൽ നേമത്തൊരു സീറ്റാണുള്ളത്. അവർ ഇത്തവണ 5 സീറ്റ് അവർ അനൗദ്യോഗികമായി പറയുന്നു. പക്ഷേ 35 സീറ്റ് കിട്ടും. 35 സീറ്റ് കിട്ടിയാൽ അവർ ഭരണത്തിലേക്ക് എത്തുമെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ എത്ര സീറ്റ് BJP കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങയുടെ കണക്കനുസരിച്ച്? യഥാർത്ഥത്തിൽ BJPക്ക് പറ്റിയിട്ടുള്ള ഒരു അപജയം ഈ ജനങ്ങൾ വിശ്വസിക്കേണ്ടേ അവരെന്തെങ്കിലും പറയുന്നത്. ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടും, 40 സീറ്റ് കിട്ടും, ഞങ്ങൾ മുഖ്യമന്ത്രിയാകും. ഈ കേരളത്തിൽ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലവാരവും പക്വതയും വസ്തുതാപരമായിട്ടുള്ള സമീപനങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അവരുടെ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ സർവേയിൽ തന്നെ പറയുന്നത് 1 മുതൽ 4 വരെ എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്കൊരു സീറ്റും കേരളത്തിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ ശ്രീധരൻ പാലക്കാട് ഓഫീസ് എടുക്കാൻ തയ്യാറാവുന്നു, മുഖ്യമന്ത്രിയാകാൻ തയ്യാറെന്ന് പറയുന്നു, ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി മാറുമെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും വല്ലാത്ത നിരാശയും അതിനെ തുടർന്നിട്ടുള്ള വല്ലാത്ത അപകടത്തിലേക്കും പോകാതിരിക്കാൻ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾക്ക് കഴിയട്ടെ എന്നാണ്. ഇത് പാലം നിർമ്മിക്കലൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ധരിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ ഒരു പൊളിറ്റീഷ്യനാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം നല്ലൊരു എഞ്ചിനീയറാണ്, നല്ലൊരു സയൻറ്റിസ്റ്റാണ്, നല്ലൊരു നിരീക്ഷകനാണ്. ഒരു നിർമ്മാണ മേഖലയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് വളരെ മെട്രോ രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് അതുണ്ടെന്ന് അദ്ദേഹം ധരിക്കുന്നത് പെശകായിരിക്കുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഏതായാലും അതെല്ലാം നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാസർഗോഡ് കൂടി കേന്ദ്രീകരിച്ചാണ് അങ്ങ് പ്രവർത്തിച്ചത്. ഇന്നലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മുല്ലപ്പള്ളി പറഞ്ഞത് അവിടെ CPM വോട്ട് BJPക്ക് മറിച്ചു എന്നാണ്. മഞ്ചേശ്വരത്ത്, കാസർഗോഡ് മഞ്ചേശ്വരത്താണത്. അത്തരത്തിൽ മഞ്ചേശ്വരത്ത് ഏതെങ്കിലും സാധ്യതയുണ്ടോ BJPയിലേക്ക് CPMൻ്റെ വോട്ട് പോകാൻ? അതിൻ്റെ വിചിത്രമായ കാര്യം അവിടുത്തെ MP അദ്ദേഹം കാഞ്ഞങ്ങാടാണ് താമസിക്കുന്നത്. അദ്ദേഹം MP ആയിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. കാസർഗോഡ് ജില്ലയുടെ ആകെ ചുമതലക്കാരനായിരുന്നു ഉണ്ണിത്താൻ MP. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം എവിടുന്നാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതെന്നാണ്.
അതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി പറയുന്നത് എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രസ്താവന ഇറക്കുക എന്നുള്ളതല്ലാതെ മഞ്ചേശ്വരത്തെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരവസ്ഥ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബദൽ BJP RSS സംഘപരിവാറിനെതിരെ ഒരു ബദൽ എന്നുള്ള നിലയിൽ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസരവാദപരമായ നടപടികൾ, BJPയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ, അതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റാണ്. കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്ത് അവർക്ക് ഭരിക്കാൻ സാധിച്ചോ? കർണാടകത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലേ? ഭരിക്കാൻ കഴിഞ്ഞോ? റാഞ്ചി കൊണ്ടുപോയില്ലേ RSSകാർ? അവരെന്തിനു പറ്റും? ഗോവയിൽ ഭൂരിപക്ഷം കിട്ടി, ഭരിക്കാൻ കഴിഞ്ഞോ? എങ്ങനെയാണ് ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നത്? കോൺഗ്രസിൻ്റെ 5 MLA BJPക്കാർ റാഞ്ചി കൊണ്ടുപോയില്ലേ? ഇങ്ങനെ BJPക്ക് MLA കൊടുക്കാൻ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ത്യയിൽ ആകെ കണക്ക് നോക്കുമ്പോൾ 100-ലധികം വരുന്ന MLA BJPക്കാർ കോൺഗ്രസ് MLA തട്ടിക്കൊണ്ടുപോയി. 6-7 സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് പോയില്ലേ? നിങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നവർ? നിങ്ങൾ എന്തിനാണ് ഈ വാദഗതി ഉന്നയിക്കുന്നത്? നിങ്ങൾക്ക് ശരിയായൊരു രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള അപജയം തിരുത്തിപ്പോകാൻ നോക്കൂ. ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം വെച്ച് പുലർത്തിയും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടും ഒന്നും ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കണം. ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷ ശക്തിപ്പെടണം. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ ഇടതുപക്ഷ ശക്തിപ്പെടണം. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ എതിർത്ത് തോൽപ്പിച്ച് വലതുപക്ഷ ശക്തികൾക്ക് BJP RSS സംഘപരിവാറിന് സന്തോഷം നൽകുന്ന നിലപാടുകളാണ് അവർ ഇതുവരെ സ്വീകരിച്ചത്. അവരുമായിട്ട് പല സ്ഥലങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സ്വീകരിച്ചത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടൊന്നും കേരള ജനതയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ UDFന് സാധിക്കില്ല, BJPക്കും സാധിക്കില്ല. ഇത്തവണ കൂടി അധികാരത്തിൽ മാറി നിന്നാൽ UDFലെ കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും BJPയിലേക്ക് പോകുന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾ തന്നെ, കെ സുധാകരനെ പോലുള്ള പ്രധാന നേതാക്കൾ തന്നെ അത്തരം ആശങ്ക പങ്കുവയ്ക്കുന്നു. അത് CPMന് ഒരു ആശങ്കയില്ല? കോൺഗ്രസ് കൂടുതൽ ദുർബലപ്പെട്ടാൽ അത് BJP വളരുമെന്ന ആശങ്കയില്ല? അത്തരം ആശങ്ക അങ്ങേക്കുണ്ടോ? ഞങ്ങളതിവരോട് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിയൻ സിദ്ധാന്തത്തിൽ ആകൃഷ്ടരായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരല്ലേ? നിങ്ങൾ BJPയെ സഹായിക്കാനും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുമല്ലേ നടക്കുന്നത്? നിങ്ങൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ BJPക്ക് ശക്തി പകരാനും BJP നിങ്ങളും തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കാനല്ലേ? ഇപ്പോൾ BJPക്കാരും UDFകാരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ചില MLA ജയിപ്പിച്ചു തന്നാൽ പിന്നെ BJP ആയിക്കൊള്ളാം എന്ന നില തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത്, അതായത് BJPക്കാർ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അധികം താമസിയാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നുകൊള്ളാം എന്ന് ചില രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് MLA ശേഷം അവർ വിലക്കെടുക്കാനാണോ? അല്ല, ഇപ്പോൾ പല സ്ഥലത്ത് കൊണ്ടുപോയല്ലോ, റാഞ്ചുന്നുണ്ടല്ലോ. ആ റാഞ്ചുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം വന്നോളാം, ഇപ്പം നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കാൻ സഹായിച്ചാൽ മതി. ഈ നിലപാട് പല MLA എടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എങ്ങോട്ടാണ് പോണത്? വലിയ അപകടത്തിലേക്കാണ് അവരുടെ യാത്ര. അതുകൊണ്ട് ഇത്തരമൊരു അപകടം പിടിച്ച യാത്രയിൽ നിന്ന് അവർ പുനർചിന്തനം നടത്തണം. BJP RSS സംഘപരിവാറിൻ്റെ തെറ്റായ നയങ്ങളെ പ്രകീർത്തിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ നിലപാട് പുനഃപരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തകരുന്ന പോലെ കേരളത്തിലും അധികം താമസിയാതെ കോൺഗ്രസ് ദുർബലപ്പെടും. കോൺഗ്രസിൻ്റെ പല നേതാക്കളും UDFൻ്റെ പല നേതാക്കളും നേരെ BJPയിലേക്ക് ചാടും. അവർ സ്ഥാനങ്ങൾ കരസ്ഥമാക്കും. ഇത് നോക്കി നിൽക്കാൻ മാത്രമേ പല നേതാക്കൾക്ക് സാധിക്കൂ. അവസാനം അവരുടെയും വഴി തദൈവയായിരിക്കും. ഈ സ്ഥാനാർത്ഥി നിർണയ സമയം വന്നപ്പോൾ വിപ്ലവകരമായ തീരുമാനമെന്ന് CPM വിശേഷിപ്പിക്കുന്ന അങ്ങുൾപ്പെടെയുള്ള വളരെ അനായാസം ജയിക്കാവുന്ന ഒരു ഡസനിലേറെയെങ്കിലും നേതാക്കളെ CPM മാറ്റിയിട്ടുണ്ട്. ആ സീറ്റുകളിലൊക്കെ അങ്ങയുടെ സീറ്റൊന്നും കണ്ണൂരിൽ അത്രയും പ്രശ്നമുള്ള സ്ഥലങ്ങളല്ല. പക്ഷേ മറ്റു പലയിടത്തും അവിടെയൊക്കെ വളരെ ശക്തമായ മത്സരം, ടൈറ്റ് കോമ്പറ്റീഷൻ വന്നു. അത് സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നൊരു ആശങ്ക പാർട്ടിക്കുണ്ട് ഈ ഘട്ടത്തിൽ. മാറ്റുക എന്നുള്ള നിലയല്ല, ഞങ്ങളൊരു പൊതു സിദ്ധാന്തം, ഒരു പ്രിൻസിപ്പിൾ എടുത്തു. ആ പ്രിൻസിപ്പിൾ പാർട്ടിയിൽ എല്ലാവരും അനുസരിക്കുന്നതാണ്. അതിനോട് ആർക്കും ഒരു വിയോജിപ്പുമില്ല. അത് തെറ്റായി വ്യാഖ്യാനിച്ച് അതൊരു പ്രചരണമാക്കി മാറ്റി അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് പലരും ശ്രമിച്ചത്. അതൊന്നും വിലപ്പോവാൻ വേണ്ടി പോകുന്നില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കൂ, അതിൻ്റെ കേഡർമാർ ആ തരത്തിലേ പ്രവർത്തിക്കൂ. അണികളെയും ആ രാഷ്ട്രീയ ബോധത്തിലേക്കാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്താൻ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കൂ. ആ സീറ്റുകളും വിജയിക്കും. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് നല്ല വിജയം നേടും. ഈ നല്ല വിജയം നേടുന്ന ആത്മവിശ്വാസം ആ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് പൊതുവേ സമാധാനപരമായിരുന്നു. പക്ഷേ അങ്ങയുടെ ജില്ലയിൽ പാനൂരിൽ ഒരു 21 വയസ്സുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ CPM പ്രവർത്തകരെന്ന് പറയുന്നു. CPM നിഷേധിക്കെങ്കിൽ പോലും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു കൊലപാതകം നടക്കാനിടയായി. ഈ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ നിർത്തേണ്ട സമയമായില്ലേ? തീർച്ചയായും ദൗർഭാഗ്യകരമായൊരു സംഭവമാണിത്. ഈ കൊലപാതകം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം വളരെ ശാന്തമാണ്, സമാധാനപരമാണ്. പല സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു. വർഗീയ ചിന്തയുണ്ടാക്കി അതിനെ മേലെ കലാപുണ്ടാക്കാൻ വേണ്ടി വരെ ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായി ഇത്തരം പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കുക, എവിടെയെങ്കിലും സംഘർഷം ഉണ്ടായോ? എവിടെയെങ്കിലും സംഘടന ഉണ്ടായോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായോ? എല്ലാം വളരെ ശാന്തമായി നടന്നില്ലേ? സമാധാനപരമായി നടന്നില്ലേ? എത്ര മെച്ചപ്പെട്ട നിലയാണ് കേരളത്തിലുണ്ടായത്? ആ സെൽപ്പേരിന് ആ കേരളത്തിൻ്റെ ഈ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായി പ്രവർത്തിച്ച ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ കളങ്കം വരുത്താൻ മാത്രമേ ഇടയാക്കൂ. അതുകൊണ്ട് ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ ഒന്നും നിർവഹിച്ചിട്ടുള്ള കാര്യമേ അല്ല. ഇത് പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള പരസ്പരമായിട്ടുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ ദൗർഭാഗ്യകരമായൊരവസ്ഥയിലേക്ക് എത്തി. ഒരു തരത്തിലും ഈ കൊലപാതകത്തെ ഒന്നും CPM ന്യായീകരിക്കില്ല, അംഗീകരിക്കില്ല. ഇത്തരം ഒരു നടപടികളും ഉണ്ടാകാൻ പാടില്ല. ഇത്തരം നടപടികളെ ശക്തമായി പാർട്ടി അപലപിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂരിൽ നടന്ന സമാധാന യോഗം UDF ബഹിഷ്കരിച്ചൊക്കെയാണ്. ഈ ശ്രമങ്ങളോട് അവർ വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാകാം? അവർ ഒരു തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു എന്നേ ഇതിനർത്ഥമുള്ളൂ. അതായത് ഈ ഇത്തരത്തിലൊരു സംഭവം നടന്നു, അവർക്കെല്ലാം അറിയാം ഇത് ഏതെങ്കിലും ആലോചനയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതല്ല. ഇത് പ്രാദേശികമായി ഉണ്ടായതിൻ്റെ ഒരു തുടർച്ചയായി വന്നിട്ടുള്ള ഒരു അനിഷ്ട സംഭവമാണ്. CPM അംഗീകരിക്കുന്നതല്ല എന്ന് അവരുടെ നേതാക്കന്മാരോടൊക്കെ ഒറ്റക്കൊറ്റൊക്കെ ചോദിച്ചാൽ അവരെല്ലാം പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇനി ഇതിനെ തുടർന്ന് മറ്റക്രമങ്ങൾ ഉണ്ടാകരുത്. കാരണം ഇതിനെ തുടർന്ന് അവിടെ പാർട്ടി ഓഫീസ് ആക്രമിക്കുന്നു, വീടുകൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാകും, ഒരു തുടർ സംഘർഷം വരും. അത് വരാതിരിക്കാൻ ഒരു ജില്ലയിലെ ഭരണാധികാരികൾ അവിടെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ഒരു സമാധാന യോഗം വിളിച്ചാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആ സമാധാന സംരംഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് പറയുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാന സംഭാഷണങ്ങളിൽ ഉയർന്നു വരുന്ന സമാധാനം കാത്തു സൂക്ഷിക്കാനുള്ള നടപടികളുമായി സഹകരിക്കുക എന്നുള്ളതാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ഇവർ ബഹിഷ്കരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഈ സമാധാന രംഗം അംഗീകരിക്കുന്നില്ല, സംഘർഷത്തിൻ്റെ വഴികൾ സ്വീകരിക്കുമെന്നാണ്. UDF എന്തോ സ്വീകരിച്ചോട്ടെ. എനിക്ക് CPM സഖാക്കളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ഒരു തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾ പ്രകോപിതരാകരുത്. ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയാൽ പാർട്ടി ഓഫീസ് ആക്രമിക്കുകയും രക്തസാക്ഷി മണ്ഡപങ്ങൾ തകർക്കുകയും അതുപോലെ കടകളും വീടുകളും ആക്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രോഷമുണ്ടാകും. ഈ രോഷം ഒരു അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ പാർട്ടി സഖാക്കൾ അതീവ ജാഗ്രത പാലിക്കണം. നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവരുടെ സംരക്ഷകരായി, അവരുടെ കാവൽക്കാരായി അവർ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാ സഖാക്കളും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. നന്ദി ശ്രീ പി ജയരാജൻ. ഏതായാലും CPM ഇടതുമുന്നണി കടുത്ത പ്രതിരോധത്തിലായിരുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് സ്വർണ്ണക്കടത്ത് കേസുമൊക്കെ വന്ന് വലിയ പ്രതിരോധത്തിലായിരിക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പ്, അതുമാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർഭരണമുണ്ടാകുമെന്ന് ശക്തമായി പറഞ്ഞ നേതാവ് EP ജയരാജനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം 100ലേറെ സീറ്റാണ് ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നത്. മാത്രമല്ല ഈ കണ്ണൂരിൽ പാനൂരിലെ കൊലപാതകത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു EP ജയരാജൻ. സർക്കാരിൻ്റെ സത്പേരിന്, ഇടതുമുന്നണി സത്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഗോപി, യെസ്, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചു വരാം.